ഈ വർഷത്തെ കുസാറ്റിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ പല ദിവസങ്ങളായിട്ടാണ് എക്സാം. ഞാൻ ഓൾറെഡി തന്നെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇട്ടിരുന്നു. ഇപ്പം നിലവിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അതായത് കുസാറ്റിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് admission.kusat.ac.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുസാറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടത് ഡേ, മന്ത്, ഇയർ എന്നുള്ള ഓർഡറിലാണ്. എന്നിട്ടൊരു ക്യാപ്ച കോഡ് ഉണ്ടാവും. ആ കോഡ് ഫില്ല് ചെയ്യുക. ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് കൊടുക്കാനുണ്ടാവും. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് പാസ്വേഡ്. അത് വൺ ടൈം അത് നിങ്ങൾ എൻ്റർ ചെയ്താൽ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് കയറിയാൽ നിങ്ങൾക്കൊരു ചേഞ്ച് പാസ്വേഡ് ഉണ്ട്. നിങ്ങളൊരു പുതിയ പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങളൊരു പുതിയ പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യുക. അതിൽ ആൽഫബറ്റും ന്യൂമറിക്സും ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റെപ്പ് 2 വരുന്നു. സ്റ്റെപ്പ് 2 വീണ്ടും എന്ത് ചെയ്യുക? ഇതേ സൈറ്റിൽ ലോഗിൻ ചെയ്യുക വിത്ത് ന്യൂ പാസ്വേഡ്. ഇപ്രാവശ്യം നിങ്ങൾ പുതിയ പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറാം. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അഡ്മിറ്റ് കാർഡ്. ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാവും. പേഴ്സണൽ ഡീറ്റെയിൽസും ഉണ്ടാവും, അഡ്മിറ്റ് കാർഡും ഉണ്ടാവും. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പ്രശ്നം, ചില കുട്ടികൾക്ക് ഒരു അഡ്മിറ്റ് കാർഡേ ഉണ്ടാവും, ചിലർക്ക് ഒന്നിലധികം ഉണ്ടാവും. നിങ്ങൾ എത്ര കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്ര എക്സാം എഴുതേണ്ടി വരും, അതനുസരിച്ച് 1 or several, ഒന്നിലധികമോ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. 2 അഡ്മിറ്റ് കാർഡൊക്കെ ഉള്ളവർക്ക് ആ 2 അഡ്മിറ്റ് കാർഡിൻ്റെയും ലിങ്ക് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് 2ഉം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ അഡ്മിറ്റ് കാർഡുകൾ, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന മുഴുവൻ അഡ്മിറ്റ് കാർഡുകളും ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഓരോ അഡ്മിറ്റ് കാർഡിലും ആ എക്സാമിൻ്റെ സബ്ജക്റ്റ് നെയിം ഉണ്ടാവും, ടെസ്റ്റ് സെൻറ്റർ എവിടെയാണെന്നുണ്ടാവും, എക്സാം ഡേറ്റ് എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. അപ്പോൾ 2 അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 2ലും വ്യത്യാസം ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചേക്കുക. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കോപ്പി വേണ്ടി വരും. ഓക്കെ, ഇതാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ പ്രകാരം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാം. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.